അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനങ്ങളിൽ മാതൃകയായി രംഗത്തിറങ്ങി മാത്തിക്കുഴി നടൻ MLA. സ്കൂൾ വിദ്യാർത്ഥികളുമായി ചേർന്ന് റോഡിൽ കൂട്ടിയിട്ടിരുന്ന കേബിളുകൾ നീക്കം ചെയ്താണ് MLA മാതൃകയായത്. മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മാത്യുക്കുഴൽ നടൻ MLA. വൈദ്യുത പോസ്റ്റുകളിൽ നിന്ന് നീക്കം ചെയ്ത് റോഡിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരുന്ന കേബിളുകൾ മാറ്റുന്നതിൽ വിവിധ വകുപ്പുകളും അധികൃതരും അലംഭാവം തുടർന്നതോടെയാണ് പ്രതിഷേധ സമരവുമായി വിദ്യാർത്ഥികളുമായി കൈകോർത്ത MLA മാതൃകയായത്. PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്തടം വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും നടപ്പാതയിലുമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കേബിളുകളാണ് MLAയുടെ നേതൃത്വത്തിൽ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് സ്കൂളിലെയും തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെയും NSS വിദ്യാർത്ഥികളും നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് നീക്കം ചെയ്തത്. കേബിളുകൾ നീക്കം ചെയ്യണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാതെ വന്നതോടെയാണ് വിദ്യാർത്ഥികളുമായി ചേർന്ന് രംഗത്തിറങ്ങിയതെന്ന് MLA പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഇതുപോലൊരു നിങ്ങൾക്ക് അവധിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവധിക്കാലത്ത് നിങ്ങൾ ആഘോഷിക്കേണ്ട സമയത്ത് നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഒരു പബ്ലിക് സ്പിരിറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ നഗരത്തിൽ വളരെ സുഖകരമായ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ പോസ്റ്റുകൾ ഷിഫ്റ്റിംഗ് നടത്തി. അപ്പോൾ അതിലുണ്ടായിരുന്ന കേബിൾസ്, അതായത് പ്രൈവറ്റ് കേബിൾ ഓപ്പറേറ്റേഴ്സ് ആളുകൾക്ക് കണക്ഷൻ നൽകി അവരിൽ നിന്നും പണം വാങ്ങിയിരുന്ന കേബിൾസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് താഴെയിട്ട് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഡ്യൂട്ടിയാണ് അത് റിമൂവ് ചെയ്ത് ഫെസിലിറ്റേറ്റ് ചെയ്യാന്നുള്ളത്. അവരോട് പല ആവർത്തി ആവശ്യപ്പെട്ടു. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു, മറ്റിതര ഡിപ്പാർട്ട്മെൻറ്റുകളോട് പറഞ്ഞിട്ടും നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് നമുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു കാൽനട യാത്രക്കാരൻ ഈ കേബിളിൽ തട്ടി വീഴാൻ പോയി. മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരൻ അവന് കേബിളിൽ കുരുങ്ങി വീഴാൻ പോയി. ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ട് MLA എന്ന നിലയിൽ ആവശ്യപ്പെട്ടിട്ടും അവരിതുവരെ ആ വർക്ക് ക്യാരി ഔട്ട് ചെയ്തില്ല. എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ സമരം ചെയ്യുകയോ ഇതിൻ്റെ പേരിൽ പ്രതിഷേധിക്കുക. നമ്മുടെ പത്രമാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ളൊരു വാർത്ത നൽകി. എന്നിട്ടും റെസ്പോണ്ട് ചെയ്യാത്തൊരു സിസ്റ്റത്തോട് ഒന്നുകിൽ സമരം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. പക്ഷേ സമരം ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, ഒരു സന്ദേശം നൽകാൻ കഴിയുന്നതാണ്. നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പുതിയൊരു തലമുറ ഈ നാടിൻ്റെ നന്മയെ കരുതി ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ പ്രയാസപ്പെട്ട് ഈ ജോലി ഈ നാടിന് വേണ്ടി ക്യാരി ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ടാകുമോ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവധിക്കാലത്ത് നിങ്ങളത് വിളിച്ചു വരുത്തി ഈ വെയിലിൽ ഇതുപോലൊരു ഇതിനു വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. കേബിളുകൾ അലക്ഷ്യമായി കിടക്കുന്നത് മൂലം നഗരത്തിലെ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ അപകട ഭീഷണിയായിരുന്നു. അപകട സാധ്യത ചൂണ്ടിക്കാട്ടി മൂവാറ്റുപുഴ ന്യൂസ് അടക്കം വാർത്ത ചെയ്തിരുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് വാർഡ് കൗൺസിലർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടിയാകാതെ നഗരത്തിലൂടെയുള്ള പൊതുജനങ്ങളുടെ യാത്ര അപകടത്തിലായതോടെയാണ് MLAയും വിദ്യാർത്ഥികളും ചേർന്ന് കേബിളുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉദ്യമത്തിനിറങ്ങിയത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ്, വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, കൗൺസിലർമാർ, അധ്യാപകർ തുടങ്ങിയവരും MLAയ്ക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം നഗരത്തെ ശുചീകരിക്കുന്ന ഉദ്യമത്തിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സമയം പോകുന്നൊരു പോക്കെ. എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന്. കുടുംബത്തിന് വേണ്ടി തന്നെ പറഞ്ഞ് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു മാറ്റം എന്തായാലും വേണം. ഡെയിൻസ് യൂണിസെക്സ് സലൂൺ, ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ്, 1 വേ ജംഗ്ഷൻ, മൂവാറ്റുപുഴ.